ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ ആശുപത്രികളിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും നാഷണൽ ഹെൽത്ത് മിഷനിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ കാസർഗോഡ് ജില്ലയിലാണ് JPHN RBSK നഴ്സ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് 2/6/2025 രാവിലെ 10:30 ഇൻ്റർവ്യൂ നടത്തുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും അടക്കം അന്നേ ദിവസം നേരിട്ട് NHM ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. JPHN RBSK നഴ്സ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ANM വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സും കേരള കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. 17,000 രൂപയാണ് സാലറി ലഭിക്കുന്നത്. 21 ഒഴിവാണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 2/6/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ദേശീയ ആരോഗ്യ ദൗത്യം കാസർഗോഡ് ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ജില്ലാ ആശുപത്രി ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. +2 സയൻസിനോടൊപ്പം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ നിന്നും 2 വർഷം മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമയുള്ളവർക്കും KUHS അംഗീകരിച്ച BSc MLTയോടൊപ്പം പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ഐഡൻറ്റിറ്റി രേഖ, യോഗ്യത, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 3 രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്കും തരിയോട് പകൽവീട് കമ്മ്യൂണിറ്റി റിഹാബിലും വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. സൈക്യാട്രിസ്റ്റ്, മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്റ്റാഫ് നഴ്സ് തസ്തികകളിലേക്കാണ് നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖയുമായി ജില്ലാ ആശുപത്രിയിലെ സ്കിൽ ലാബിൽ ജൂൺ 2 രാവിലെ 10 നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ആലത്തൂർ ICDS പ്രോജക്റ്റിൽ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നുണ്ട്. വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആലത്തൂർ ബ്ലോക്ക് പരിധിയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടാവുന്നതാണ്. അപേക്ഷകൾ ശിശു വികസന പദ്ധതി ഓഫീസർ ICDS ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷൻ ആലത്തൂർ PO 678541 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ ജൂൺ 3 വൈകിട്ട് 5 മണി വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ മേൽനോട്ട ചുമതലകൾക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ള സാമൂഹ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ 3 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷകർ ചിറ്റൂർ ബ്ലോക്ക് പരിധിയിൽ സ്ഥിര താമസക്കാരും തമിഴ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കണം. ദിവസവേതനാടിസ്ഥാനത്തിൽ മാസം 20,385 രൂപയാണ് വേതനം. പ്രവൃത്തി സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ്. താല്പര്യമുള്ളവർ സ്വന്തം തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ജൂൺ 5 വൈകിട്ട് 5 മണിക്കകം ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ഒഴിവിലേക്ക് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 50 വയസ്സാണ്. താല്പര്യമുള്ളവർ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. സൂപ്രണ്ട് താലൂക്ക് ആശുപത്രി പുതുക്കാട്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പുതുക്കാട് എന്ന വിലാസത്തിൽ തപാലിലോ അല്ലെങ്കിൽ chcpudukkad@gmail.com എന്ന ഇമെയിൽ മുഖേന ജൂൺ 6 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജീവനി പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ സർക്കാർ എയ്ഡഡ്
കോളേജുകളിലേക്ക് സൈക്കോളജിസ്റ്റുകളെ നിയമിക്കുന്നുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖം ജൂൺ 5 രാവിലെ 10 അമ്പലപ്പുഴ ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ചേംബറിൽ വെച്ച് നടക്കും. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. ജീവനി പ്രവൃത്തി പരിചയം, ക്ലിനിക്കൽ കൗൺസിലിംഗ് പ്രവൃത്തി പരിചയം, കൗൺസിലിംഗിൽ ഡിപ്ലോമ എന്നിവ അഭിലഷണീയ യോഗ്യതയാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിനായി അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.